ആകെ വട്ടുപിടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഓരോ ദിവസം ചെല്ലുന്തോറും പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വിളയാട്ടം തന്നെയാണ് നടക്കുന്നത്. ജെയ്ഷെ കമാൻഡറായ മൗലാന സൽമാൻ അസറിനെ അജ്ഞാതർ ഇന്നലെയാണ് വണ്ടിയിടിച്ച് കൊന്നത്. ഓരോ ദിവസവും അജ്ഞാതരുടെ ആക്രമണത്തിൽ തീവ്രവാദ സംഘടനയിലെ പ്രധാനികൾ കൊല്ലപ്പെടുകയാണ്. നിലവിൽ ഒരു വലിയ സ്ഫോടനം ഉടൻ പാകിസ്ഥാനിൽ നിന്നും കേൾക്കാൻ ഇടവരുന്നുണ്ട്. അതായത് പാകിസ്ഥാനിൽ ജനങ്ങൾ പാചകവാതകം ശേഖരിക്കുന്നത് പ്ലാസ്റ്റിക് ബലൂണിൽ ആണ് എന്ന് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കറാച്ചി നഗരത്തിലെ ഒറാങ്കി ടൗൺ, മൊമാനിബാദ് തുടങ്ങിയ ജനവാസ മേഖലകളിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയുള്ള ഈ അപകടകരമായ രീതി പിന്തുടരുന്നത്. സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമവും പാചകവാതത്തിന്റെ അമിത വിലയുമാണ് ദരിദ്രരായ സാധാരണക്കാരെ ഇത്തരം സാഹസത്തിന് പ്രേരിപ്പിക്കുന്നത്. ഇതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വലിയ പ്ലാസ്റ്റിക് ബലൂണുകൾ പ്രാദേശിക വിപണിയിൽ 1000 മുതൽ 1500 രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഗ്യാസ് പൈപ്പ് ലൈനുകളിൽ നിന്ന് ഒരു കംപ്രസറിന്റെ സഹായത്തോടെ ഈ ബലൂണുകളിലേക്ക് വാതകം നേരിട്ട് പമ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെറിയ വാൽവ് ഘടിപ്പിച്ച് ഇത് അടുപ്പുമായി ബന്ധിപ്പിക്കുന്നു. എന്നാൽ ഈ രീതി അതീവ അപകടകരമാണെന്നും ഓരോ വീടിനുള്ളിലും മൊബൈൽ ബോംബുകൾ സൂക്ഷിക്കുന്നതിന് തുല്യമാണ് ഇതെന്നും സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചെറിയ തോതിലുള്ള കർഷണമോ അല്ലെങ്കിൽ മുറിയിലെ ചൂടോ ഒരു ചെറിയ തീപ്പൊരിയോ ഉണ്ടായാൽ പോലും ഈ ബലൂണുകൾ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കും. തിങ്ങിപ്പാർക്കുന്ന നഗരപ്രദേശങ്ങളിൽ ഇത്തരമൊരു സ്ഫോടനമുണ്ടായാൽ അത് വലിയ ജീവഹാനിക്കും വൻ ദുരന്തത്തിനും കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സ്ഫോടനം നടന്നാൽ അത് നിമിഷ നേരം കൊണ്ട് തന്നെ മറ്റെല്ലാ വീടുകളിലും തീ പടർന്ന് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമായി മാറുമെന്നാണ് സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് മരണത്തെ വിളിച്ച് വീട്ടിലേക്ക് ഇരുത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾ എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നത്. സിലിണ്ടറുകൾക്ക് വലിയ വില കൊടുത്താണ് വാങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബലൂണിൽ ഗ്യാസ് നിറച്ചുകൊണ്ട് വീടുകളിൽ ഉപയോഗിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള ഈ കളി തടയാൻ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. പ്ലാസ്റ്റിക് ബലൂണുകളിൽ ഗ്യാസ് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. സാമ്പത്തിക അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ. പെട്രോളിനും ഡീസലിനുമെല്ലാം 1 ലിറ്ററിന് 200 മുതൽ 250 രൂപ വരെ നൽകണം. കൂടാതെ പഹൽഗാം തീവ്രവാദത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. സിന്ധു നദീജല കരാറിലടക്കം ഇന്ത്യ കർശനമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഇനി വെള്ളം കൊടുക്കില്ല. അവർ തീവ്രവാദത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അത് പരസ്യമായി തന്നെ ലോകരാജ്യങ്ങൾ കേൾക്ക പരസ്യമായി തള്ളി പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വന്നാൽ മാത്രമേ ഇനി സിന്ധു നദീജലത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം തരികയുള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ ഇനി ഒരു തരവും, അതായത് വെള്ളവും രക്തവും ഇനി ഒന്നിച്ചൊഴുകില്ല എന്നുള്ളൊരു ശക്തമായ നിലപാടാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വെള്ളമില്ല. അപ്പോൾ കർഷകർക്കും ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള വെള്ളങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവിടുത്തെ ഒരു പ്രതിഷേധം വരുന്നു. ഇപ്പുറത്തെ ഒരു സൈഡിൽ അജ്ഞാതർ ഓരോ ദിവസവും മസൂദ് അസറിന്റെ അടക്കം ഏറ്റവും ലെഫ്റ്റ് ഹാൻഡഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ളവർ ഓരോ ദിവസവും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ ISIക്ക് പോലും ഇത് ആരാണ് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ പട്ടാള മേധാവിക്കടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രഷർ നൽകുന്നുണ്ട് ഈ അജ്ഞാതർ ആര് എന്ന് കണ്ടുപിടിക്കാൻ. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, അതായത് ഒരു ദുരന്തര സിനിമ ഇറങ്ങിയതിനു ശേഷം പാകിസ്ഥാനിൽ വലിയ രീതിയിൽ വ്യാപകമായി തന്നെ ഭിക്ഷക്കാരെ അടക്കം നിരത്തിട്ട് പരിശോധിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ അജ്ഞാതർ ആര് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ISI പറയുന്നത് ഇത് റോ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും റോ പറയുന്നെങ്കിൽ തെളിവ് തരൂ എന്ന് റോയും ISIയുടെ അല്ലെങ്കിൽ പാകിസ്ഥാനോട് പറയുന്നുണ്ട്. അപ്പോൾ തെളിവില്ലാതെ പാകിസ്ഥാൻ ഇപ്പോൾ ആരുടെ മേലും ആരോപണം ഉന്നയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാൻ തകർന്ന തരിപ്പണമായി ഓരോ ദിവസവും പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്.